السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. നമ്മുടെ ഈ അതിമഹത്തായ പരിപാടി ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാ മഹാനവറുകളുടെ ഉറൂസ് ഈ നാട്ടിൽ നടത്തി വരാറുള്ളത് 2 വർഷങ്ങൾ കൂടുമ്പോഴാണ്. ഈ 2 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന നമ്മുടെ ഈ ഉറൂസ് പരിപാടി ഒരു സംശയവും വേണ്ട, ഈ നാട്ടിൽ വലിയ ബറക്കത്തിന് കാരണമാകുന്നുണ്ട്. ഈ കാര്യത്തിൽ ആർക്കും സംശയമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഓരോ തവണയും ഇവിടെ ഉറൂസ് നടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും മഹാനവറുകളുടെ ഉറൂസിൽ വന്ന് അതിൻ്റെ ആ തബറുക്ക് നേടിയെടുക്കണം എന്ന അങ്ങേ അറ്റത്തെ ആഗ്രഹത്തോട് കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് എപ്പോഴും അവർ വരാറുള്ളത്. എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ഈ അതിമഹത്തായ പരിപാടിയിൽ നമ്മുടെ സ്റ്റേജിൽ ഇന്ന് നമ്മോട് നല്ല സാരസമ്പൂർണമായ വഅ്ള് പറയാൻ വേണ്ടി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് ഗൂഡല്ലൂർ, ആ ഉസ്താദ് അവരുടെ വഅ്ള് കേട്ടാലും മതി എന്ന് ആരും പറയൂല. അങ്ങനത്തെ നല്ല ജോറ് വഅ്ള് ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർകൾ ചൊല്ലും. ആ ഉസ്താദ് നമ്മുടെ സ്റ്റേജിലുണ്ട്. നമ്മുടെ പള്ളിയിലെ മുദർരിസ് ഉസ്താദ് അൽഹംദുലില്ലാഹ്, അതുപോലെ ഞങ്ങളെ കമ്മിറ്റിൻ്റെ സെക്രട്ടറി, പ്രസിഡൻറ്റ്, മറ്റു ഭാരവാഹികൾ, ഉസ്താദുമാർ, ഈ നാട്ടിലെ ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവരുമുണ്ട്. അല്ലാഹു തആല എല്ലാ ആളുകൾക്കും കൂടുതൽ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി കേൾക്കാൻ വേണ്ടി വന്നിട്ട് സദസ്സിലേക്ക് വരാതെ ദൂരെ ഇരിക്കുന്നവരും ഉണ്ടാകും. ദൂരെ ഇരിക്കുന്നത് ഒരു പക്ഷേ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ അതപകടമാവുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇടക്ക് ഒരു ചായ, ചൂടുള്ള വെള്ളമോ കുടിക്കണം. അപ്പോൾ അതിന് പീടിയൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ കൂടുതൽ സൗകര്യപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. വേറെ ചിലർ കുറച്ചു നേരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം, എന്നിട്ട് വേഗം കിടന്നുറങ്ങാം. മജ്‌ലിസിൽ നിന്ന് ആകുമ്പോൾ അത്ര നേരത്തെ പോകാൻ പറ്റൂലല്ലോ എന്ന് കരുതിയിട്ടാകും. എന്തു ഉദ്ദേശത്തിലാണെങ്കിലും
ഈ പരിപാടിക്ക് വേണ്ടി വന്ന് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ദൂരെ ഇരിക്കുന്നവരാണ്, റോഡ് സൈഡിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത്, ഈ മജ്ലിസിൽ വന്ന് ഇരുന്നാൽ കിട്ടുന്ന കൂലിയും മജ്ലിസിലേക്ക് ഇങ്ങോട്ട് വരാതെ ദൂരെ നിന്ന് വയല് കേട്ടാലുള്ള കൂലിയും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട് എന്ന കാര്യം അവർ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, ഇദാ മറർത്തും ബി റിയാദിൽ ജന്നത്തി ഫർതഉ ഫീഹാ. ഇൽമിൻ്റെ മജ്ലിസ് അവിടെ അത് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതല്ല, അവിടെ വാള് പരമ്പര ഉണ്ട്. ഇന്ന് ഗൂഡല്ലൂർ മസൂദ് സഖാഫി ഉസ്താദാണെന്നോ അല്ലെങ്കിൽ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് ആണെന്നോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദാണെന്നോ ഇങ്ങനെ അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല. അതിലെ അങ്ങനെ മഞ്ചേശ്വരത്തേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഇൽമിൻ്റെ മജ്ലിസ്, ഒരു വഅളിൻ്റെ മജ്ലിസ് കാണുന്നത്. ഇദാ മറർത്തും ബി റിയാദിൽ ജന്ന. ഈ ഇൽമിൻ്റെ മജ്ലിസ് കുറേ കുർസിയിട്ട് അതിൽ കുറേ ആളുകൾ ഇങ്ങനെ ഇരുന്ന്, അങ്ങനെ ഒരു സാധാരണ മജ്ലിസായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂല് വിശേഷിപ്പിക്കുന്നത് തന്നെ ഇത് സ്വർഗത്തിൻ്റെ ഒരു തോട്ടമാണ്. ആ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ അടുത്തുകൂടെ പോകുമ്പോഴാണ് അത് ശ്രദ്ധയപ്പെട്ടത്. എന്നാൽ പോലും ഫർതഉ ഫീഹാ, അവിടെ കയറി അവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ ശേഖരിക്കണം. അവിടെ തന്നെ ചെന്നിട്ട് അവിടെ പറയുന്നത് മുഴുവൻ കേൾക്കണം. അവിടെ ചെന്ന് ഇരുന്നിട്ട് അവിടെ പഠിപ്പിക്കപ്പെടുന്നതൊക്കെ പഠിക്കണം. അവിടെ ചെന്നിട്ട് അവിടെയുള്ള എല്ലാ ഉറുതിയും നല്ലതുപോലെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ഇനി മുതൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും പകർത്തണം എന്ന് തീരുമാനിക്കണം. അങ്ങനെ ദുനിയാവിലെ ഇൽമിൻ്റെ മജ്ലിസിൽ ഉള്ളിൽ വന്നിരുന്നാൽ അവൻ സ്വർഗത്തിൽ കടന്നോനെപ്പോലെ തന്നെയാണ്. അപ്പൊ സ്വർഗത്തിൻ്റെ ഉള്ളിക്ക് വരാഞ്ഞാൽ പുറത്ത് നിൽക്കണോല് സ്വർഗത്തിൻ്റെ ഉള്ളിലെ സുഖങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിക്ക് കയറാഞ്ഞാൽ ആ സ്വർഗത്തിൻ്റെ സുഖവും ആ സ്വർഗത്തിൻ്റെ സൗകര്യങ്ങളും ആ സ്വർഗത്തിൻ്റെ നേട്ടങ്ങളും ഒന്നും കിട്ടാൻ കഴിയില്ല. അവൻ്റെ ഉദാഹരണം ആരെപ്പോലെയാകുന്നറിയോ? നല്ല ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ ഉള്ളിക്കൊക്കെ കാണും. കാരണം ഒക്കെ ഗ്ലാസ്സാണ്, ചില്ലുകൊണ്ടുള്ള ചുമരാണ്. പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്ന ആൾക്ക് സുബ്ഹാനല്ലാഹ് അതിൻ്റെ ഉള്ളിലതാ കുഴിമന്തി, മന്തി എന്ന് പറയുന്നതൊക്കെ ഇവിടെയൊക്കെ അറിയൂലേ? അറിയോ? മന്തി കഴിക്കുന്നവരുണ്ട്, ബിരിയാണി ഷാപ്പിടുന്നവരുണ്ട്, ഹൈദരാബാദ് ബിരിയാണി തിന്നുന്നവരുണ്ട്, ഗോബി മഞ്ചൂരി കഴിക്കുന്നവരുണ്ട്, നല്ല ബ്രോസ്റ്റോ അൽഫാമോ അതല്ലെങ്കിൽ മട്ടനോ ചിക്കനോ എല്ലാം ഉണ്ട്. പക്ഷേ അത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. അതൊക്കെ കിട്ടണം എന്ന ആഗ്രഹമുണ്ട്, വിശക്കുന്നുണ്ട്, കിട്ടിയാൽ കഴിക്കാമായിരുന്നു എന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിക്ക് കയറിപ്പോകാത്തവർക്കത് കിട്ടൂല എന്ന അവസ്ഥ പോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഇൽമു പറയപ്പെടുന്ന ആ മജ്ലിസിൻ്റെ ദൂരെ റോഡുമൽ
എവിടെയെങ്കിലും ഇങ്ങനെ നിന്ന് കേട്ടാൽ കേൾക്കുന്നത് ഫലിക്കാൻ തന്നെ പ്രയാസാണ്. ഞാൻ അതൊക്കെ ഫലിക്കും തന്നെ വെച്ചാലും സ്വർഗത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പ്രതിഫലവും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടവും അതുകൊണ്ടുണ്ടാകുന്ന ഫായിദയും ഒരിക്കലും തന്നെ ആ പുറത്ത് ദൂരങ്ങനെ നിന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകൂല എന്ന് മനസ്സിലാക്കിയിട്ട് പുറത്ത് തന്നെ നിൽക്കൽ അത്യാവശ്യമില്ലാത്ത എല്ലാവരും ഉള്ളിലേക്ക് കയറിയിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അല്ലാഹു തആല മജ്‌ലിസ് വന്നിരിക്കുന്നവർക്കും പുറത്ത് വന്ന് ഇതിനെങ്ങനെ നിരീക്ഷിച്ച് വിജയിപ്പിക്കാൻ വന്നവർക്കും എല്ലാവർക്കും ഇനി വീട്ടിൽ നിന്ന് പോരാൻ കഴിയാത്തത്രയോ ആളുകളുണ്ടാവും. പടച്ചവനെ, മഞ്ഞനാടി ഉറൂസ് നടക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഉറൂസിന് ഞാൻ കൂടിയിരുന്നു. ഈ കൊല്ലം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതി വീട്ടിൻ്റെ ഉള്ളിൽ കൂടുന്നവരുണ്ടാകും. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാർ, സഹോദരിമാർ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതിന് കാരണം ഒന്ന്, എനിക്ക് നേരത്തെ നമ്മുടെ ഇബ്രാഹിം മഹ്സനി പറഞ്ഞു, നല്ല ഒരു സുഖം പോരാ, നല്ല ക്ഷീണമുണ്ട്. രണ്ടാമത്തെ കാരണം, ബൈബിളിൽ ഈസാ നബി അലൈഹിസ്സലാം യേശുക്രിസ്തു, ക്രൈസ്റ്റ് എന്ന് പറയുന്ന യേശുക്രിസ്തു പറഞ്ഞത് ബുക്ക് ഓഫ് ജോൺ, യോഹന്നാൻ്റെ ബൈബിളിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്നലി ഉമൂറൻ ലികൈ അഖൂലഹാ ലക്കും. അത് അറബി ബൈബിളിൻ്റെ ഇബാറത്താണ്. ഇനി ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിൽ പറയുന്നത് എന്താ അറിയോ? ഐ ഹാവ് മച്ച് ടു ടെൽ യു ബട്ട് യു കുഡ് നോട്ട് ബെയർ ഇറ്റ്. ഇനി നിങ്ങളോട് എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ ഇവിടെ ഇങ്ങനെ നീട്ടി പറഞ്ഞാൽ ഒരു തടസ്സമുണ്ട്. എന്താണ് ആ തടസ്സം? അന്ത്യപ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് വരാൻ നിശ്ചയിക്കപ്പെട്ട സമയം ഞാൻ പോയിട്ടാണ് എന്നാണ് ഈസാ നബി പറയാണ്. ഒരുപാട് പറയാൻ മാത്രമുണ്ട്, പക്ഷേ സത്യത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, ആ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയം ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം എന്നാണ്. ആ അന്ത്യപ്രവാചകൻ വരുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവൻ റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ ലോകത്തിനു മുഴുവൻ റഹ്മത്തായ അന്ത്യപ്രവാചകരായ ഖാതിമുൻ നബിയീനായ അൽ അമീനായ സത്യത്തിൻ്റെ ആത്മാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ഹി വിൽ സ്റ്റേ വിത്ത് യു ഫോർ എവർ. സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്താൻ വേണ്ടിയാണ്. എല്ലാ വിഷയത്തിലെയും സത്യം എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങളെ പഠിപ്പിക്കാനും വേണ്ടിയാണ് ആ പ്രവാചകർ വരുന്നത്. അതുകൊണ്ട് അവർ വന്നിട്ട് പറയുന്നതാണ് നിങ്ങൾക്കും കൂടി നല്ലത് എന്നതിനാൽ ഞാൻ ഇപ്പോൾ ഇവിടെ മതിയാക്കി പോവുകയാണ് എന്നാണ് ബുക്ക് ഓഫ് ജോണിൽ, യോഹന്നാൻ്റെ ബൈബിളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുയായികളോട് പോകുമ്പോൾ പറഞ്ഞത് എന്ന് രേഖപ്പെടുത്തി കാണാം. എനിക്കിപ്പോൾ പറയാനുള്ളത് അത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, മസൂദ് സഖാഫി ഉസ്താദിൻ്റെ വയല് ഞാനടക്കം ഇങ്ങനെ ഇരുന്ന്, ഞാനടക്കം എന്നറിയുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ വലിയ ആളാണ് എന്നുള്ള അർത്ഥത്തിലല്ല, ഞാനടക്കം എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് പൊതുവെ വേറുള്ള പോലെ വയല് കേൾക്കാൻ സമയവും ഉണ്ടാകലില്ല, താല്പര്യവും ഉണ്ടാകലില്ല.
അതുകൊണ്ടാട്ടോ നിങ്ങളിപ്പോൾ ഞാൻ വലിയ ആളാണെന്ന് അപ്പം ഞാനീ പറയുന്നതെന്ന് മനസ്സിലാക്കണ്ട. അപ്പോൾ വേറുള്ളവരെ വയത് അങ്ങനെ കേൾക്കാൻ തന്നെ സമയവുമില്ല താല്പര്യമില്ലാത്ത ഞാൻ തന്നെ നമ്മളെ കൂടല്ലൂർ മസൂദ് സഖാഫി ഉസ്താദിൻ്റെ വയത് കേട്ടാൽ അതെന്തായാലും തീരുന്നത് വരെ കേൾക്കണം എന്ന് കരുതി കേൾക്കുന്ന ആളാണ്. എന്നല്ല എനിക്ക് ഇവിടെ വന്നപ്പോൾ ആരോ ഒന്ന് പറയുന്നത് കേട്ട്, ഇവിടെ ഒരു 15 കൊല്ലം മുമ്പ് മസൂദ് സഖാഫി ഉസ്താദ് എപ്പോഴോ ഒന്ന് പ്രസംഗിച്ച പ്രസംഗം കേട്ട ആൾക്കാർ ഇപ്പോഴും ഉസ്താദെ അന്നത്തെ ആ പ്രസംഗം ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്, ആ ഉസ്താദ് ഇന്ന് വരൂലേ എന്ന് ചോദിക്കലും തുടങ്ങുന്നുണ്ട് രാവിലെ മുതൽ. അപ്പോൾ ഉസ്താദാണ് ഇന്ന് ഇൻഷാ അല്ലാ പ്രസംഗം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് പോലെ എനിക്ക് ഈ നാടുമായിട്ട് ഒരു വല്ലാത്ത ബന്ധമാണ്. അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മഹസനി ഉസ്താദ് പറഞ്ഞു, ഞാൻ മർക്കസു സഖാഫത്തു സുന്നിയയിൽ നിന്ന് സഖാഫി എടുത്ത ഉടനെ തന്നെ ആദ്യമായിട്ട് വരുന്നത് ഉള്ളാളത്തേക്കാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നവ്വറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്കാണ് ഞാൻ വരുന്നത്. 8 കൊല്ലം ഇവിടെ നിൽക്കുകയാണ്. പിന്നീട് ഡൽഹിയിലേക്കൊരു അത്യാവശ്യത്തിന് പോകേണ്ടി വന്നപ്പോൾ താജുൽ ഉലമ തന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദുമായി സംസാരിച്ച് അങ്ങനെ എന്നെ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അത് പോയിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉള്ളാളത്തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ജോലി ഏറ്റെടുക്കുന്നത് തന്നെ ഈ ദക്ഷിണ കനറയിൽ, സൗത്ത് കനറയിലാണ്. അതുകൊണ്ട് ആ ബന്ധം വല്ലാത്തൊരു ബന്ധം. ഇവിടെ വല്ല പരിപാടിക്കും വിളിച്ചാൽ മറ്റ് അത്യാവശ്യങ്ങളില്ലെങ്കിൽ ഞാൻ ഈ സൗത്ത് കനറയിലേക്ക് വരിക എന്ന ഒരു സ്വഭാവമായിപ്പോയി. നാട്ടിൽ കേരളത്തിൽ ആരെങ്കിലും പരിപാടിക്ക് വിളിച്ചാൽ ഒന്നും പോകൂല. അപ്പം ഇവിടേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. മാത്രമല്ല ഞാനിവിടെ വന്ന കാലത്ത് സുബ്ഹാനല്ലാഹ്, ഒന്ന് താജുൽ ഉലമക്ക് പുറമേ ഉള്ളാളത്ത് ബഹുമാനപ്പെട്ട താഴേക്കോട് ഉസ്താദ്, ബൈത്താർ ഉസ്താദ്, അഹമ്മദ് ബാബ ഉസ്താദ്, സെയ്ദാലി തങ്ങൾ അവർകൾ ഉസ്താദ് എല്ലാവരും മരണപ്പെട്ടുപോയി. അവരൊക്കെ കൂടെ ഞാൻ അന്ന് അവിടെ ഈ എൽമിൻ്റെ ഖിദ്മത്തിലുള്ളത്. അതിൻ്റെ പുറമെ അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ മഷൂറായ ആലിമീങ്ങളായിട്ട് അന്ന് അറിയപ്പെട്ടവരും എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞവരും ആരാണ്? ഒന്ന് വലിയ മഞ്ഞനാടി ഉസ്താദ്, ബഹുമാനപ്പെട്ടവരുടെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. രണ്ടാമത്തത് മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, മൂന്നാമത്തത് ബേക്കൽ ഉസ്താദ്, നാലാമത്തത് പൊസോട്ട് തങ്ങൾ. അവരൊക്കെ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. പിന്നുള്ളത് ബഹുമാനപ്പെട്ട മാണി ഉസ്താദ്. ഇങ്ങനെയുള്ള ഉസ്താദുമാരാ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അങ്ങനെ ആ വലിയ വലിയ ഉലമാക്കളുടെ കൂടെ ഈ നാട്ടിൽ വ്യക്തിപരമായി ബന്ധപ്പെടുകയും പല പരിപാടികളിലും ഒരുമിച്ച് കൂടുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങളോടുള്ള ആ ബന്ധം അത് മറ്റുള്ളവരോടുള്ള ബന്ധത്തെക്കാൾ ശക്തിപ്പെട്ടു. അങ്ങനെ ശക്തിപ്പെട്ടതിൻ്റെ കാരണം ആ മഹബത്ത് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ വന്നൂന്നേ ഉള്ളൂ, അല്ലാതെ നിങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിർത്തുന്നതാണ്. ഒന്ന്, എനിക്ക് ഉടനെ തന്നെയുള്ള ട്രെയിനിന് നാട്ടിലേക്ക് പോവുകയും വേണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് അൽ ജസീറ എന്ന അറബിക് TV ചാനൽ റിപ്പോർട്ട് ചെയ്തു, മഖ്ബറത്തു ഷെയ്ഖ് ഷഅബാൻ. മഖ്ബറത്തു ഷെയ്ഖ് ഷഅബാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഗസയിലെ അല്ലെങ്കിൽ ഗാസയിലെ വലിയ ഒരു മഖ്ബറയാണ്. ആ മഖ്ബറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം
മംഗലാപുരത്ത് ബദർ പള്ളിയുടെ അടുത്തല്ലേ വലിയ മഖ്ബറ ഉള്ളത്, അതിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പമുള്ള മഖ്ബറയാണ്. ഇന്ന് ടെലിവിഷൻ ചാനൽ കാണിക്കുന്ന രംഗം നിങ്ങളെങ്ങാനും ടി വിയിൽ കണ്ടുപോയാൽ കൽബ് പൊട്ടിപ്പോകുന്ന രംഗമാണ്. ഞാൻ തന്നെ ഒരു 2 മിനിറ്റ് നോക്കി, പിന്നെ ഞാൻ ടി വി ഓഫാക്കുക ചെയ്തത്. എന്താ മഖ്ബറത്തു ഷെയ്ഖ് ഷഹബാൻ എന്ന് പറയുന്ന ഗാസയിലെ ആ വലിയ മഖ്ബറയിൽ യഹൂദികളായ പട്ടാളക്കാർ ചെയ്തത് എന്നറിയാമോ നിങ്ങൾക്ക്? ഒരുപാട് ബുൾഡോസറുകൾ അഥവാ JCBകൾ കൊണ്ടുവന്ന് ഖബറുകളൊക്കെ അങ്ങോട്ട് കിളച്ചു മറിക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അവിടെ മറപെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ, മയ്യിത്തുകൾ, ആ മയ്യിത്തുകളുടെ കൊടല് വരെ JCB ഉപയോഗിച്ചുകൊണ്ട് കീറുകയാണ്. എന്നിട്ട് അത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചിതറി വാരി വലിച്ചിട്ട് ആ പട്ടാളക്കാർ പോകുന്ന രംഗം ഇന്ന് രാവിലെ അൽ ജസീറ എന്ന അറബിക് ചാനൽ, അവർക്ക് ഇംഗ്ലീഷ് ചാനലുമുണ്ട്, ഇംഗ്ലീഷ് ചാനലിൽ ആ വാർത്ത വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയൂല, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. കുട്ടികളുടെ ഖബറിൽ നിന്ന് ആ ചെറിയ കുഞ്ഞിക്കാലുകളും കുഞ്ഞു കൈകളുമൊക്കെ ഈ പറഞ്ഞ JCB ഉപയോഗിച്ചുകൊണ്ട് വേറെടുത്ത്, പ്രിയപ്പെട്ടവരെ, ഇത് കാണുന്ന മനുഷ്യൻ്റെ കൽബ് പൊട്ടുന്ന അവസ്ഥ. ഗാസയിലെ യുദ്ധത്തിൻ്റെ അവസ്ഥയാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ദുആ ചെയ്യൽ വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. എന്താണ് ഈ ജൂതന്മാർ ചെയ്യുന്ന അക്രമം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 1948 മുമ്പ്, 48 മുമ്പല്ല, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം, 1919 പോകാം. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം യൂറോപ്പ് മുഴുവൻ മനസ്സിലാക്കുകയാണ്, ഇന്നത്തെ ബ്രിട്ടനും ജർമ്മനിയും അതേപോലെ തന്നെ ഇറ്റലിയും ഗ്രീസും ഫ്രാൻസും ബെൽജിയവും, ഇവരൊക്കെ എന്താ മനസ്സിലാക്കണമെന്നറിയോ? ഈ ജൂതന്മാർ നാടിൻ്റെ ശാപമാണ്. ശാപമാണ് എന്ന് പറയുമ്പോൾ ഈ ശാപം ഇല്ലാതെയാക്കാൻ എന്തൊരു മാർഗമുണ്ട്? അതിനെപ്പറ്റി ആലോചിച്ചിട്ടാ പ്രിയപ്പെട്ടവരെ ജർമ്മനിയിലെ ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരെ വലിയ ഒരു അക്രമ പരമ്പര തന്നെ നടത്തുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് അവരെ കൊന്നൊടുക്കുന്നു എന്നാണ് അന്നത്തെ ചരിത്രം പറയുന്നത്. ആ സമയത്ത് ജൂതന്മാർക്ക് അഭയം നൽകാൻ ലോകത്ത് ആരാ ഉണ്ടായിരുന്നത് എന്നറിയാമോ? ഈ ഫലസ്തീനികളാണ്. അന്ന് അഭയം തേടി പായക്കപ്പലുകളിൽ ഈ പറയപ്പെട്ട ഫലസ്തീനിലേക്ക് വന്ന ജൂതന്മാരെ അബുല്ലംബിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഉലുൽ അസ്മികളിൽപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഒക്കെ പൈതൃകം പറയുന്ന നമ്മുടെ തന്നെ ബാക്കിയുള്ളവരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ച് അവർക്ക് വീട് നൽകി, അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് സ്ഥലം നൽകി, അവർക്ക് ആരാധനാലയങ്ങൾ ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത്, എല്ലാം ചെയ്തു കൊടുത്തപ്പോൾ അവിടെ വെച്ച് ശക്തി പ്രാപിച്ച ജൂതന്മാര് പിന്നീട് മുസ്ലിമീങ്ങളെ കൊല്ലാനും അവരുടെ വീടുകൾ ആക്രമിക്കാനും അവരെ ആട്ടിപ്പായിക്കാനും അവര് തയ്യാറെടുക്കുകയാണ്. എന്ന് മാത്രമല്ല, അതിന് നേരത്തെ അവരെ ആട്ടിപ്പായിച്ച യൂറോപ്യന്മാര് അതുപോലെ അമേരിക്കക്കാർ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ്. ആ ജൂതന്മാരെ അക്രമം കാരണമായി ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായി പ്രവാസികളായി കഴിഞ്ഞുകൂടുകയാണ്. അമേരിക്കയിലുണ്ട് ഫലസ്തീനികൾ. എനിക്ക് തന്നെ അറിയാം, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തവ്വലല്ലാഹു ഉംറഹു AP ഉസ്താദിൻ്റെ കൂടെ 1996 അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന നഗരത്തിൽ പോയപ്പോൾ
ആ ലോസ് ആഞ്ചലസിൻ്റെ അപ്പുറത്ത് സാൻ ഫ്രാൻസിസ്കോ, അതിൻ്റെ ചുരുക്കപ്പേര് SSF എന്നാണ്. ഇവിടുത്തെ SSF അല്ല, സാൻ ഫ്രാൻസിസ്കോൻ്റെ ഷോർട്ട് ഫോമായി SSF. സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും വലിയ മലമ്മൽ, അവിടെ അങ്ങോട്ട് വിമാനം ഇറങ്ങുമ്പോൾ SSF എന്ന് എഴുതി വെച്ച് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പടച്ചോനെ, ഇവിടെ SSFO? പിന്നെ ഞാൻ ഒരാളോട് ചോദിച്ചു, വാട്ട് ഈസ് മീൻസ് SSF? അപ്പോൾ ആ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, SSF ഈസ് ദി ഷോർട്ട് ഫോം ഓഫ് സാൻ ഫ്രാൻസിസ്കോ. അത് സാൻ ഫ്രാൻസിസ്കോയുടെ ഷോർട്ട് ഫോമാണ്. ഏതായാലും അവിടെ ഡൗൺ ടൗണിൽ, സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗണിൽ എന്നെ ഒരു കൂട്ടർ വന്ന് പ്രഭാഷണത്തിന് ക്ഷണിക്കുകയാണ് വെള്ളിയാഴ്ച. സർ, യു കെയിം ഫ്രം ഇന്ത്യ, പ്ലീസ് കം ടു അവർ മസ്ജിദ് ഓൺ ഫ്രൈഡേ. യു വിൽ ഡെലിവർ ജുമുഅ ഖുത്ബ ആൻഡ് ഓൾസോ ഡെലിവർ എ സ്പീച്ച് ആഫ്റ്റർ ജുമുഅ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നത് അമേരിക്കക്കാരാണ്. വെള്ളിയാഴ്ച ഞങ്ങളെ പള്ളി വരണം, ആ പള്ളിയിൽ ജുമുഅക്ക് ഖുത്ബയും ഓതണം, അതിൻ്റെ ശേഷം പ്രസംഗിക്കുകയും വേണം. ഞാൻ ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അറബി വസ്ത്രം ധരിച്ച ഒരുപാട് ആളുകൾ, അറബിയിൽ ഞാൻ ഓതിയ ഖുത്ബ നല്ലതുപോലെ മനസ്സിലാകുന്നവർ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, ഇത്രത്തോന അറബികൾ എവിടുന്നാ വന്നത്? പഴയ പറഞ്ഞ ഈ പള്ളിൻ്റെ പേര് തന്നെ ഫലസ്തീൻ മോസ്ക്, ഫലസ്തീനികളുടെ പള്ളി എന്നാണ്. ഇവിടെ ഒരുപാട് ഫലസ്തീനി അഭയാർത്ഥികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞ അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, അറബ് രാജ്യങ്ങളായ ഈജിപ്തിലും ടുണീഷ്യയിലും ലിബിയയിലും ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങളിലും മുഴുവനും ഒരുപാട് ഫലസ്തീനികൾ ഇന്നും അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടേണ്ടി വന്നതെന്താ? ഈ ജൂതന്മാരെ ഇങ്ങോട്ട് സ്വീകരിച്ച് അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, ഫലസ്തീനികളെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞാൽ 50,000-ത്തിലധികം ഫലസ്തീനികളെ അവർ നേരത്തെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം ഏറ്റവും വലിയ നഖ്ബ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ആ പലസ്തീനിൽ ഉണ്ടായത് ഈ ജൂതന്മാർ കൊന്നൊടുക്കിയതാണ്. ഹൈഫ നഗരം എന്ന് പറയുന്ന നഗരം ഇപ്പോഴും ഏറ്റവും കൂടുതൽ അറബികളാണ്. പക്ഷേ അവിടെയുള്ള അറബികളിലെ 40% പേരെയും ഇസ്രായേലികൾ കൊന്നൊടുക്കിയതാണ്. ആ ഇസ്രായേലികൾ അവരെയൊക്കെ കൊന്നൊടുക്കി എന്ന് മാത്രമല്ല, പലസ്തീൻ മുഴുവനായിട്ട് അവർ പിടിച്ചടക്കി. 1948 അവർ ജൂതരാഷ്ട്രം പ്രഖ്യാപിച്ചു. പലസ്തീൻ ഇല്ലാതെയായി. അവശേഷിച്ച ഭാഗങ്ങൾ 67 അവർ യുദ്ധം ചെയ്തു, അതും പിടിച്ചടക്കി. അമേരിക്കയും യൂറോപ്പും മുഴുവനും പ്രിയപ്പെട്ടവരെ ആ ജൂതന്മാർക്ക് സപ്പോർട്ട് നൽകി. ആ ഫലസ്തീനികളിൽ 10,000 കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ പിൻഗാമികളായ ആളുകൾ ഇതിനെതിരെ നമുക്ക് ചെറുത്തുനിൽപ്പ് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ കിട്ടിയ കല്ലും വടിയുമൊക്കെയായി അവർ ജൂത പട്ടാളക്കാരെ എതിർക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എപ്പോഴും ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥ അവിടെ ഉണ്ടായത്. കഴിഞ്ഞ ഒക്ടോബർ 7 നടന്നതാകട്ടെ അമേരിക്കയെ ഞെട്ടിച്ചു, ഇസ്രയേലിനെ ഞെട്ടിച്ചു, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. കാരണം ഹമാസിന്റെ ഭടന്മാർ ആ ഇസ്രായേലിനകത്തേക്ക് കയറി ആ ജൂതന്മാരെ, ഫലസ്തീനികളെ 10,000 കൊന്നൊടുക്കിയ ജൂതന്മാരിൽ കുറച്ചാളുകളെ കൊല്ലുകയും കുറച്ചാളുകളെ ബന്ദികളായി പിടിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമായിരുന്നു. അഥവാ ഫലസ്തീനി രാഷ്ട്രം, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് അമേരിക്ക അടക്കം പറയുന്നുണ്ട്. ആ ഇസ്രായേലിൻ്റെ കൂടെ പലസ്തീനും ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ 1000 പലസ്തീനികളായ 1000 ഇസ്രായേലിൻ്റെ ജയിലുകളിൽ ഇപ്പോഴും ബന്ദികളാക്കപ്പെട്ടവരാണ്, അവരെ മോചിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കാമായിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം നോക്കണം. ഞങ്ങളുടെ ടാർഗറ്റ് നമ്പർ 1 ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും.
നമ്പർ 2, ഞങ്ങളുടെ ഇസ്രായേലികളെ എത്ര പേരെ അവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ അവരെ മുഴുവൻ ഞങ്ങൾ തിരിച്ചു സുരക്ഷിതമായി കൊണ്ടുവരും. മൂന്നാമത്തത്, ഹമാസിന്റെ നേതൃത്വത്തിലുള്ള യഹ്യാ സിൻവാർ അടക്കം, അതേപോലെ ഇസ്മായിൽ ഹുനയ്യ അടക്കം, ഖാലിദ് മിഷേൽ അടക്കം ഉള്ളവരെ ഓരോരുത്തരെയും ഞങ്ങൾ കൊല്ലും. പ്രിയപ്പെട്ടവരെ, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അമേരിക്ക മെഡിറ്ററേനിയൻ കടലിലേക്ക് അയച്ചത് എന്തിനൊക്കെയാണെന്നറിയാമോ? ഒന്നാമതായിട്ട് ജെറാർഡ് ഫോർഡ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ, 100 കണക്കിന് വിമാനങ്ങളും മിസൈലുകളുമുള്ള ഒരു കപ്പൽ. അതിനേക്കാളും വലിയ മറ്റൊരു കപ്പൽ ഐസനോവർ എന്ന കപ്പൽ. മാത്രമല്ല, ദിവസവും 75 മുതൽ 100 വരെ വിമാനങ്ങളിൽ പീരങ്കിയുണ്ടകളും മിസൈലുകളും തോക്കുകളും ബോംബുകളും ഓരോ ദിവസവും ഇസ്രായേലിലേക്ക് അമേരിക്ക കൊടുത്തയച്ചു. യുദ്ധം വിജയിക്കുന്നത് വരെ, ഈ ലക്ഷ്യങ്ങൾ മുഴുവൻ നേടുന്നത് വരെ ഇസ്രായേലിന്റെ കൂടെയാണ് ഞങ്ങൾ. ബൈഡൻ അത് ഇസ്രായേലിൽ ചെന്ന് പറഞ്ഞു. അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി, പ്രതിരോധ മന്ത്രി ലോയിഡ് ഓസ്റ്റിൻ പലവട്ടം അതവിടെ ചെന്ന് പറഞ്ഞു. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, അയാൾ അത് അവിടെ ചെന്ന് ഒരുപാട് വട്ടം പറഞ്ഞു. അമേരിക്കയിലെ മന്ത്രിമാര് മാത്രമല്ല, ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഋഷി സുനാക്ക് അവിടെ ചെന്ന് പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അത് അവിടെ ചെന്ന് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കന്മാർ ഓരോരുത്തരും ചെന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കി ലോകത്തെ ഞങ്ങൾ ഏറ്റവും സമാധാന ലോകമാക്കും എന്ന് പറഞ്ഞവർ ഇന്നലെ 75 ദിവസം പിന്നിട്ടു. ഇതുവരെ ഹമാസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ കൊല്ലാൻ കഴിഞ്ഞു എന്നവർക്ക് പറയാൻ ആയിട്ടില്ല. മാത്രമല്ല, ഗാലന്റ് എന്ന ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഈ ഇസ്രായേലിന്റെ ചാനൽ 12 മുമ്പിൽ കരയുന്നതാണ് മിനിയാന്ന് നമ്മളൊക്കെ കേട്ടത്. നമ്മളാരും വിചാരിച്ചതുപോലെയല്ല, യുദ്ധം ശക്തിപ്പെടുകയാണ്. ഹമാസിന് ഇനിയും ഒരുപാട് കാലം നമ്മോട് യുദ്ധം ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്നാണ് ഗാലന്റ് പറയുന്നതെങ്കിൽ, നെതന്യാഹു പറയുന്നത് നമ്മൾ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടതൊക്കെ ചെയ്യും, പക്ഷേ അതൊന്നും അത്ര എളുപ്പമല്ല എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ബിൻ ഗവീർ എന്ന് പറയുന്ന ഒരു തീവ്രവാദി പോലീസ് മന്ത്രി ഉണ്ടായിരുന്നു. അയാളെ ഇന്ന് ഇസ്രായേലിൽ കാണാൻ പോലുമില്ല. കാരണം നിന്റെ നാവ് കൊണ്ട് ഈ നാടിന് തന്നെ അപകടമാണ് എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞതിനാൽ അയാളോട് പത്രസമ്മേളനം നടത്തരുത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. മൊസാദിന്റെ ഡയറക്ടർ, CIA ഡയറക്ടറുമായി, ഖത്തറിന്റെ പ്രധാനമന്ത്രിയുമായി യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ വേണം. 4 ദിവസം വെടിനിർത്തൽ ഉണ്ടാക്കിയത് എന്തിനായിരുന്നു എന്നറിയാമോ നിങ്ങൾ? ഹമാസ് എവിടെന്നായി ഈ ബന്ദികളെ കൊണ്ടുവരുന്നത്? അത് നമ്മുടെ ഡ്രോണുകൾ ഉപയോഗിച്ച്, നമ്മുടെ ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്. സദ്ദാം ഹുസൈൻ ഉള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഒരു A4 വെച്ചാൽ അതിൽ എന്തൊക്കെ എഴുതിയത് എന്ന് ഞങ്ങളുടെ ഉപഗ്രഹം വഴി കൃത്യമായി സൂം ചെയ്ത് വായിക്കാൻ കഴിയും എന്ന് പറഞ്ഞിരുന്ന അമേരിക്കയുടെ അത്ര തന്നെയോ അല്ലെങ്കിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും തൊട്ടടുത്ത ശക്തിയോ ആയ, പല വിഷയത്തിലും അമേരിക്കയെക്കാളും വളരെ മുന്തിയ ശക്തിയായ ഇസ്രായേൽ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ നേടാൻ കഴിയും എന്ന് പറഞ്ഞ് 50 ദിവസമായപ്പോൾ ഒന്നും നേടാൻ കഴിയാതെ വന്നപ്പോൾ തൽക്കാലം വെടിനിർത്തലിന് ഒരു ഹുദ്ന ഇൻസാനിയ അഥവാ ഒരു ഹ്യൂമാനിറ്റേറിയൻ പോസ് എന്ന് പറയുന്ന താൽക്കാലിക യുദ്ധവിരാമത്തിന് തയ്യാറായത് എന്ത് ലക്ഷ്യം വെച്ചായിരുന്നു എന്നറിയാമോ? ഹമാസ് ബന്ദികളെയുമായിട്ട് വരുമ്പോൾ നമ്മുടെ ഉപഗ്രഹം ഉപയോഗിച്ച് എവിടുന്നാണ് ഇവർ ഈ ബന്ദികളെ കൊണ്ടുവരുന്നത് കൃത്യമായി നിരീക്ഷിച്ച് ആ താൽക്കാലിക യുദ്ധവിരാമം കഴിഞ്ഞാൽ അവിടെ പോയി ബോംബിടുക എന്നായിരുന്നു കരുതിയത്. പക്ഷേ വലിയ അത്ഭുതം, എവിടുന്നാ ഈ ബന്ദികളെ കൊണ്ടുവരുന്നതെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നല്ല, ഫ്രണ്ട്ലി ഫയറിംഗ്,
പുതിയൊരു ടെർമിനോളജിയാണ്, നല്ലോണം മനസ്സിലാക്കണം. ഫ്രണ്ട്ലി ഫയറിംഗ് എന്ന് പറഞ്ഞാൽ നീറാനു സ്വദാക്ക എന്ന് പറയും. സ്വന്തം പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നു. 21 ഇസ്രയേലി പട്ടാളക്കാരെ അവർ തന്നെ ബോംബ് വെച്ചു കൊന്നത്, വെടിവെച്ചു കൊന്നത്, ബോംബിട്ട് കൊന്നത് 2 ആഴ്ച മുമ്പാണെങ്കിൽ ഏറ്റവും അവസാനം ഹമാസ് തട്ടിക്കൊണ്ടുവന്ന ബന്ദികളിലെ 3 ആളുകളെ ഇസ്രയേൽ തന്നെ വെടിവെച്ചതോടുകൂടി പ്രധാനമന്ത്രിയുടെ ജെറൂസലമിലെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ ജൂതന്മാരായ സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും മുദ്രാവാക്യം മുഴക്കുന്നത് എന്താണെന്നറിയോ? ബീബി കിറ്റ് ഇസ്രയേൽ, ബീബി കിറ്റ് ഇസ്രയേൽ. ബീബി പറഞ്ഞാൽ വല്ല തങ്ങളും ബീബിയാന്ന് മനസ്സിലാക്കണ്ട. നെതന്യാഹുവിനെ ഇസ്രായേലികൾ വിളിക്കുന്ന പേരാ ബീബി എന്നറിയും. ബീബി ഇസ്രായേൽ വിട്ടുപോകണം. ബീബിയാണ് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടം. പ്രിയപ്പെട്ടവരെ, ഇതാണ് അവസ്ഥ. എന്നാൽ ആ ജൂത കശ്മലന്മാർ ചെയ്യുന്ന അക്രമങ്ങൾ എത്രമാത്രം ഭയാനകമാണ് എന്നറിയാമോ? കുടിക്കാൻ വെള്ളം നൽകാതെ, കഴിക്കാൻ ആഹാരം നൽകാതെ, എന്തൊക്കെ ബിൽഡിങ്ങുകളുണ്ടോ വീടുകളുണ്ടോ അവ മുഴുവൻ ബോംബിട്ട് തകർക്കുകയാണ്. ആശുപത്രികളെ പ്രത്യേകം ആക്രമിക്കുകയാണ്. കാരണം ജീവനോടെ ബാക്കിയാകുന്നവർ പോലും ഇനി ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. ആശുപത്രി ഉണ്ടായാൽ ആശുപത്രിയിൽ അവർ ചികിത്സിക്കും, അവർക്ക് പിന്നെയും ആരോഗ്യം വരും, അവർ പിന്നെയും ഈ നാട്ടിൽ ജീവിക്കും. അതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാനേ പാടില്ല, അവരെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ വെള്ളം നിഷേധിച്ചു, കരണ്ട് നിഷേധിച്ചു, ഇന്റർനെറ്റ് നിഷേധിച്ചു, ഭക്ഷണം നിഷേധിച്ചു. കടലിലെ ഉപ്പുവെള്ളം, ആ ഉപ്പുവെള്ളം കുടിക്കാൻ കിട്ടുന്നവർ തന്നെ വളരെ കുറവാണ്. ഒരു ചെറിയ പാത്രത്തിലെ വെള്ളം കൊണ്ട് അലക്കണം, ഭക്ഷണം പാകം ചെയ്യണം, പാത്രം കഴുകണം, കുളിക്കണം, ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം. ഇങ്ങനത്തെ ഒരവസ്ഥയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രമാത്രം വലിയ ഒരു പ്രയാസമാണ്. അതുകൊണ്ടാണ് ഭൂമിയിലെ നരകം എന്ന് UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തന്നെ ഗസയെ സംബന്ധിച്ച് പറഞ്ഞത് ഭൂമിയിലെ നരകം എന്നാണ്. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ, പാവപ്പെട്ട പലസ്തീനികളെ ഈ രീതിയിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഹൂദി കശ്മലന്മാർ, ഇസ്രയേലി ഭരണകൂടം അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. 23 ലക്ഷം ജനങ്ങളുണ്ടായിരുന്ന ആ നാട്ടിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,000 പരിക്കേറ്റ് മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നവരുടെ എണ്ണം 55,000 കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം 9,000 കഴിഞ്ഞിരിക്കുകയാണ്. കൊല്ലപ്പെട്ട സ്ത്രീകളുടെ എണ്ണം പ്രിയപ്പെട്ടവരെ 6,500-ലധികമായിരിക്കുകയാണ്. തകർക്കപ്പെട്ട ബിൽഡിങ്ങുകളുടെ എണ്ണം എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റില്ല. മറിച്ച് താമസിക്കാൻ പറ്റിയ ബിൽഡിങ്ങുകൾ ഇനി വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യം ഗാസ സിറ്റിയിൽ നിന്ന് തെക്കോട്ട് പലായനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ സുരക്ഷിതമാകും എന്ന് കരുതി കുറെ ആളുകൾ പോയപ്പോൾ വഴിയിൽ അവരെ ബോംബിട്ട് കൊന്നു. ഖാൻ യൂനിസിലേക്ക് പോകണമെന്ന് പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ ബോംബിട്ട് കൊന്നു. ഖാൻ യൂനിസിൽ നിന്ന് റഫയിലേക്ക് പോകണം എന്ന് പറഞ്ഞു, അവിടെയും ബോംബിംഗ് നടത്തി. ഈ രീതിയിൽ പാവങ്ങളെ കൊന്നൊടുക്കുകയാണ്. ഈ ജൂത അക്രമികളെ, നമ്മൾ സംസാരിക്കുന്നത് അക്രമികളെ പറ്റിയാണ്. ജൂത മതത്തെപ്പറ്റിയോ ക്രൈസ്തവ മതത്തെപ്പറ്റിയോ ഹിന്ദു മതത്തെപ്പറ്റിയോ ഇസ്ലാം മതത്തെപ്പറ്റിയോ അല്ല. മതങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് പ്രിയപ്പെട്ടവരെ സാഹോദര്യത്തിൻ്റെയും അതേപോലെ തന്നെ സമത്വത്തിൻ്റെയും തത്വങ്ങളാണ്. പക്ഷേ ഇത്തരം ഭരണാധികാരികൾ ലോകത്തുണ്ടായാൽ, ഇത്തരം ഭരണാധികാരികൾ ഒരു പുതുമയല്ല ലോകത്തിന്. നിങ്ങൾക്കറിയില്ലേ, ഇറാനെതിരെ അമേരിക്ക തിരിയുന്നു, ആറ്റം ബോംബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ്. എന്നാൽ ആദ്യമായി ആറ്റം ബോംബുണ്ടാക്കി ലോകത്ത്, അത് ഉപയോഗിച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും അത് പ്രയോഗിച്ച് ലക്ഷങ്ങളെ കൊന്ന അമേരിക്ക. ആ അമേരിക്കയാണ് ഇസ്രയേലിനെ കൊണ്ട് പലസ്തീനികളെ കൊല്ലിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത്തരം വിഷയങ്ങളെ ബോധം വേണം. അതേസമയം നമുക്കൊരു സംശയമുണ്ടാകും, ഇസ്ലാം തന്നെ നശിച്ചു പോകുമോ ഈ രീതിയിൽ? ഒരിക്കലും വേണ്ട. ഞാൻ ഒരു ഉദാഹരണവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോകത്ത് അറബ് ഭാഷയിൽ വളരെ വലിയ വിശ്രുതമായ
ചരിത്രം എഴുതിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വലിയ പണ്ഡിതനാണ് ഇബ്നുൽ അസീർ. ആ ഇബ്നുൽ അസീറിന്റെ അൽ കാമിലു ഫി താരീഖ് എന്നൊരു ചരിത്ര ഗ്രന്ഥമുണ്ട്. ആ ചരിത്ര ഗ്രന്ഥത്തിന്റെ പേര് തന്നെ എന്താണെന്നറിയാമോ? സമ്പൂർണ്ണ ചരിത്രം എന്നാണ്. ബഹുമാനപ്പെട്ടവരോട് 1258 മംഗോളിയക്കാരുടെ യുദ്ധമുണ്ടായി. മംഗോളിയക്കാര് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വന്നു. അന്ന് കൊല്ലപ്പെട്ടത് എത്രയാണെന്നറിയോ? 8 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. മംഗോളിയക്കാരുടെ അക്രമം. ആ 8 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട മംഗോളിയക്കാരുടെ അക്രമം ആ കാലത്ത് ജീവിച്ചിരുന്ന ഇബ്നുൽ അസീറിനോട് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഈ യുദ്ധ ചരിത്രം നിങ്ങളൊന്ന് എഴുതണം, നിങ്ങൾ നല്ല എഴുത്തുകാരനാണ്, നല്ല ഭാഷയുടെ ഉടമയാണ്, അങ്ങൊരു ചരിത്രം എഴുതണം. അദ്ദേഹം പറഞ്ഞു, നെവർ, എനിക്കത് എഴുതാൻ സാധ്യമല്ല. 8 ലക്ഷം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ഇസ്ലാമിൻ്റെ ചരമഗീതം എഴുതാൻ എനിക്കാവൂല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ മുഴുവൻ വളരെ നിരാശയിലായിരുന്നു. കാരണം ഈ മുസ്ലിമീങ്ങളെയല്ല റബ്ബേ ഈ നിലക്ക് കൊല്ലപ്പെടുന്നത്, അവരെയല്ലേ കൊന്നൊടുക്കുന്നത്. അവർക്ക് നിരാശയായിരുന്നു. ഇന്ന് നമുക്കും അതുപോലെ നിരാശ ബാധിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. നല്ല ആലിമീങ്ങൾ അന്നും പറഞ്ഞു, ഇതൊക്കെ അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. നമ്മൾ യഥാർത്ഥ ദീനനുസരിച്ച് ജീവിച്ചാൽ വഅൻതുമുൽ അയലൂന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളൊന്നും പേടിക്കണ്ട. 2 കൊല്ലം കഴിഞ്ഞു. ഈ 8 ലക്ഷത്തിലധികം ആളുകളെ കൊന്ന മംഗോളിയക്കാരുടെ ചരിത്രം നിങ്ങൾ നോക്കണം. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഐനു ജാലൂത്ത് എന്ന് പറയുന്ന വലിയൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ മംഗോളിയക്കാർ അപ്പാടെ തോറ്റ് തരിപ്പണമായി. ആ മംഗോളിയക്കാർ എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു ചരിത്രം 2 വർഷം കഴിഞ്ഞപ്പം നമ്മൾ കണ്ടു. ഇതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്കിത്തരം പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ദീനിലേക്ക് മടങ്ങണം, ശരിയായ മുസ്ലിമീങ്ങളായി ജീവിക്കണം. നമ്മുടെ സഹോദര സഹോദരിമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അർഹമുർ-റഹീമായ അല്ലാഹ്, ആ പാവം പലസ്തീനികൾക്ക് നീ എത്രയും പെട്ടെന്ന് വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم أعز المسلمين في فلسطين يا رب العالمين. اللهم انصر إخواننا في فلسطين يا ذا الجلال والإكرام. اللهم انصرنا وانصرهم فإنك خير الناصرين. وافتح لنا وافتح لهم فإنك خير الفاتحين. وارحمنا وارحمهم فإنك خير الراحمين. وارزقنا وارزقهم فإنك خير الرازقين. واحفظنا واحفظهم فإنك خير الحافظين. واهدنا واهدهم ونجنا ونجهم من القوم الظالمين. اللهم دمر أعداءنا وأعداءهم وأعداءك وأعداء الدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم شتت شملهم وفرق جمعهم وفل هدهم وأقلل عددهم واجعل الدائرة عليهم. اللهم أرسل العذاب إليهم. اللهم أخرجهم من دائرة الحلم واللطف واسلبهم مدد الإمهال وغل أيديهم واربط على قلوبهم ولا تبلغهم الآمال. اللهم مزقهم كل ممزق. اللهم مزقهم كل ممزق. اللهم مزقهم كل ممزق كما مزقت أعداءك انتصارا لأنبيائك ورسلك وأوليائك يا رب العالمين ويا رب العرش العظيم ويا غياث المستغيثين ويا جار المستجيرين يا حي يا قيوم برحمتك نستغيث يا رب العالمين. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കണം. ദീനിൻ്റെ തത്വങ്ങൾ നമ്മൾ നന്നായി ജീവിതത്തിൽ പകർത്തണം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാതെ, നമ്മൾ പാവങ്ങളെ സഹായിച്ചുകൊണ്ട്, നമ്മൾ ആൾക്കാരുമായി തർക്കത്തിൽ ഇടപെടാതെ, സുന്നത്തിയമായത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ആ ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയായ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം തരും. നമ്മളെല്ലാവരും ആ ഫലസ്തീനികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ദുആയിൻ്റെ ഫലം തന്നെയാണ് കാണുന്നത്. ഇത്രയൊക്കെ ആയിട്ട് 75 ദിവസമായിട്ടും അവർ പറഞ്ഞ ഒരു നേട്ടം പോലും അവർക്ക് നേടാൻ കഴിയാതെ ഇപ്പം മൊസാദിൻ്റെ തലവനെ ലോക തലസ്ഥാനങ്ങളിലേക്ക് അയക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലും കൂടി ഒപ്പിച്ചെടുക്കണം.
ഷേഖ് ഹമ്മാസ് പറഞ്ഞു, ഞങ്ങളിനി താൽക്കാലിക വെടിനിർത്തലിനില്ല. ഞങ്ങൾ പറയുന്ന കണ്ടീഷൻ മുഴുവൻ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങളിനി അത്തരം ഒരു കരാറിനുള്ളൂ. നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് അവർ പറയുന്നു. ദുആഇൻ്റെ ഫലം തന്നെയാണ് അല്ലാഹു തആല ആ ഫലസ്തീനിലെ സഹോദരന്മാർക്ക് എല്ലാ ശക്തിയും നൽകുമാറാവട്ടെ. ശത്രുക്കളെ എല്ലാം നൽകും അല്ലാഹ് തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളുടെ ഈമാൻ ശക്തിപ്പെടാൻ പറ്റിയ രൂപത്തിൽ അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്കൊരു വിജയം നൽകുമാറാവട്ടെ. അക്രമികൾ ഏത് ജാതിക്കാരായാലും മതക്കാരായാലും ഏത് നാട്ടുകാരായാലും അല്ലാഹു തആല അവർക്ക് നല്ല ഒരു പാഠം പഠിപ്പിച്ച് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഐ ഹാവ് മച്ച് ടു ടെൽ യു ബട്ട് യു കുഡ് നോട്ട് ബെയർ ഇറ്റ്. ഇനിയും വളരെയധികം പറവാനുണ്ട്, നിങ്ങൾക്കോ വഹിപ്പാനാവില്ല എന്ന് യേശു ക്രിസ്തു അന്ന് പറഞ്ഞു. ദി വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ദി വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ സ്ലീപ്പ് എന്ന് ഇംഗ്ലീഷ് കവി പറയുകയുണ്ടായി. നല്ല സുന്ദരമായ സദസ്സ് കാണുമ്പോൾ നിങ്ങളോട് കൂടുതൽ സംസാരിക്കണം എന്നെനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ സ്ലീപ്പ്, ഇനി നൂറുകണക്കിന് കിലോമീറ്ററുകൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് യാത്ര ചെയ്യാനുണ്ട്. മാത്രമല്ല ആൻഡ് പ്രോമിസസ് ടു കീപ്പ്, ഞാൻ രാവിലെ എത്താം എന്ന് പറഞ്ഞ് പ്രോമിസ് നൽകിയിട്ടുണ്ട്, അത് കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെ പുറമെ ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് അൽഹംദുലില്ലാ നല്ല ഒരു വഴല് പറയാൻ ഇവിടെ റെഡിയായുണ്ട്. അല്ലാഹു തആല മസൂദ് ഉസ്താദിനും നമ്മളെ ഉസ്താദുമാർക്കും നമ്മളെ നേതാക്കൾക്കും നമ്മളെ സാധാരണ പ്രവർത്തകർക്കും വീട്ടിലുള്ള ഉമ്മമാർക്കും പങ്ങന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ ഖൈറും ബർക്കത്തും ഏറ്റി തരുമാറാവട്ടെ.